ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരു വേലയ്ക്ക് പോകാൻ പോകട്ടോ. ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ ചെറിയ വേലയാണ്, അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ കാറിൽ ഞങ്ങളെല്ലാവരും കൂടെ പോണത്. വീട്ടിൽ നിന്ന് കാശി, അച്ഛൻ, അമ്മ, നീത്തി, പിന്നെ എൻ്റെ മക്കൾ രണ്ടുപേരും, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത്. അപ്പോൾ ഇനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിലുള്ളത്. ഞങ്ങൾ അമ്പലമൊക്കെ തൊഴുത് കഴിഞ്ഞു. ഇത് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. ഒരാൾ കണ്ട ചായക്കടി കൊണ്ട് ഇരുന്ന് കഥ പറയുകയാണ് അവിടെ ഇരുന്നിട്ട്. എന്ത് കഴിക്കാൻ കൊടുത്താലും സ്ലോ ആണ് ആൾ കേട്ടോ. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കുട്ടികളും കൊണ്ട് കാട്ടിക്കുട്ടിക്കൊണ്ടിരിക്കട്ടെ അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാ പാത്രങ്ങളും കഴുകി അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റുള്ള, നമ്മൾ ഈ പൂരത്തിനൊക്കെ പോയാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ പേടിക്കണമല്ലോ. എത്ര നമ്മൾ കടയിൽ പോയി മേടിച്ചാലും, എത്ര കളിപ്പാട്ടങ്ങൾ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ മേടിച്ചാലും, എത്ര വലിയ പൈസ എടുത്ത് മേടിച്ചാലും, ഇങ്ങനെ പൂരപ്പറമ്പ് പോയാൽ ഒരു ചെറിയ സാധനം എന്തെങ്കിലും മേടിച്ചിട്ടില്ലെങ്കിൽ ഒരു തൃപ്തി കൊണ്ട് വരാത്ത ആൾക്കാരാണല്ലോ നമ്മൾ. ഞാനൊക്കെ ആഗ്രഹിട്ടാ, എന്തൊക്കെ പുറത്തുനിന്ന് കിട്ടിയാലും നമ്മൾ എന്തൊക്കെ ഇഷ്ടങ്ങൾക്ക് മേടിച്ചാലും ഈ പൂരപ്പറമ്പും അതിൻ്റെ ഒരു കടകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കും. അതൊരു സന്തോഷമാണ്, അതൊരു രസമായിട്ടാണ് ഇങ്ങനെ കരുതുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നിട്ടൊരു കമ്മലൊക്കെ മേടിച്ച്, പിന്നെ കുറച്ച് പൊരി, നുറുക്ക്, അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അതും മേടിച്ചു കഴിക്കാൻ. പിന്നെ പിള്ളേർക്ക് ചെറിയ കളിപ്പാട്ടങ്ങളും മേടിച്ചിട്ടാ, അത്രയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ ഈ കമ്മലിൻ്റെ ചുറ്റും ഇത്തിരി ഭംഗിയെന്ന് അറിയില്ല, കമ്മലുകളൊക്കെ കാണാൻ ഒക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, എല്ലാം കൂടി ഇപ്പം നമുക്ക് നടക്കില്ലല്ലോ. ഒരു കമ്മലൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ പോന്നു. അങ്ങനെ രാവിലെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പുറപ്പെട്ട് വീട്ടിലെത്തി പോന്നിട്ടോ. അവിടുന്ന് പോന്നപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തിറയില്ല. അന്ന് ഒരു അവിടെയൊക്കെ നടന്നിട്ട് വൈകുന്നേരം എന്താ പറയുക അമ്പലത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ അതേപോലെ തിറ വന്നിട്ടുണ്ട്. അപ്പം വീട്ടിൽ വന്ന് അരി അറിയാൻ വന്നതാട്ടാ, അരി അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരുടെ ഒരു ജസ്റ്റ് കൊട്ടലും പാടലൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കളിച്ച് അവർ പോയി. പിന്നെ അന്ന് വൈകുന്നേരം എന്താ ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ചെയ്യുന്നത് കനലാട്ടത്തിനുള്ള കടുകുണ്ടല്ലോ, കടുക് ഇടുകയാണ് കേട്ടോ. ഈ തീ കത്തുന്നതിൻ്റെ അവിടെ കുറേ കടുക്, ഇതൊരു വഴിപാടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കടുകിടും. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനിയിപ്പോൾ ഈ വൈകുന്നേരം സമയമായാൽ വരവുകളൊക്കെ വരും, ചെറിയ ചെറിയ ദേശത്തുള്ള വരവുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ കാണാനും അമ്പലത്തിനുള്ളിൽ തൊഴാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അതാ അതിനുള്ളിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ, ശ്രീകോവിൽ മീൻസ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു കൂട്ടർ കയറിയിട്ടുള്ള അവരുടെ കളിയാണ് കേട്ടോ. തിറയാണ് ഇതിന് പറയുക, തിറയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ടു. എന്നിട്ട് നേരെ അമ്പലത്തിൻ്റെ ചുറ്റോറൊന്നും നടന്നു ഒരു വലം വെച്ചിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ മുന്നിലുള്ള ആ സ്പേസ് തന്നെ നിന്നിരുന്നു. കാരണം ഒരുപാട് വരവുകൾ വരെ ഈ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ആയിരിക്കും. അപ്പോൾ അത് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് നമ്മൾ കുറേ വരവുകളും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഈ ആലിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. ആ സൈഡിൽ ഈ ആലിന് മുന്നിൽ വന്നിട്ട് എല്ലാം വന്ന് തൊഴുതിട്ട് പോകത്തുള്ളൂ. കണ്ട എന്തൊരു ഭംഗി അവിടെ രാത്രി കാണാൻ, എന്തോ ഒരു ഭംഗിയെന്നറിയോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സവങ്ങൾക്ക് ഈ രാത്രിയാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. ആ ലൈറ്റായാലും ആ ഒരു അലങ്കാരങ്ങളായാലും എല്ലാം കാണുമ്പോൾ എന്തൊരു ഭംഗി അമ്പലം കാണാമെന്നറിയോ. ഇതാണ് കരിങ്കാളി കേട്ടോ, കരിങ്കാളി എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് വേഷം കെട്ടിയിട്ട് ദേവിയുടെ അടുത്ത് വരും. ഇതിന് ഭയങ്കര ഇതായിരിക്കും, നമ്മൾ ഭയങ്കര നൂലുമ്പിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാ ദർശനമൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഓടി ആളുകൾക്ക് വരും കേട്ടോ. എന്താ പറയുക, നമ്മളൊക്കെ തട്ടി നിറച്ചിട്ടിട്ട് ഇത് വരും. ഭയങ്കര ഒരു ദേവി പ്രതീതിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പം അതൊക്കെ വന്നു. പിന്നെ അങ്ങനെ ഒരുപാട് വരവുകൾ വന്നു കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്.
അപ്പം അങ്ങനെ കുറേ വരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് നേരം ഞാനൊക്കെ ഇറങ്ങി കുറേ സാധനങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നപ്പോൾ റോഡ് ഫുള്ള് ബ്ലോക്കായിരുന്നു. വരവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഏതാണ്ട് ഒരു 11 മണിയായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.